ഗായ്സ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇന്നലെ ഞാൻ അവനെ വിളിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? പലരും ഐ ഹാഡ് കോൾഡ് ഹിം യെസ്റ്റർഡേ എന്ന് പറയാറുണ്ട്. കാരണം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ് പലരും മനസ്സിലാക്കി ഉണ്ടായിരുന്നു എന്നതിന് ഹാഡ് ഉപയോഗിക്കാമെന്നാണ്. പക്ഷെ ഇവിടെ ഹാഡ് ചെയ്യില്ല. അതെ, കാരണം ഇത് ഓൾറെഡി ഫിനിഷ്ഡ് ആക്ഷൻ ആണ്, ഇന്നലെ സംഭവിച്ചതാണ്. അപ്പോൾ അത് പറയുന്നത് ഐ കോൾഡ് ഹിം യെസ്റ്റർഡേ. അത് മതി, അത്രയും ഡെക്കറേഷൻ മതി. ഓക്കെ, അപ്പോൾ ഹാഡ് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അത് രണ്ട് പാസ്റ്റ് ആക്ഷൻ, അതായത് കഴിഞ്ഞു പോയ രണ്ട് സംഭവങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ ആദ്യം സംഭവിച്ചതിന് മുമ്പാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുക, അല്ലേ? കുറച്ച് എക്സാമ്പിൾ പറയും. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് പറഞ്ഞു. അപ്പോൾ ആദ്യം സംഭവിച്ചതിന് മുമ്പാണ് ഞാൻ ഹാഡ് ചേർക്കുന്നത്. അപ്പോൾ the movie had started when I reached the theater. The movie had started. കണ്ടോ, ആദ്യം മൂവി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, അതിന് ശേഷമാണ് എത്തിയത്. അപ്പോൾ അതിന് മുമ്പ് ഹാഡ് ചേർക്കാം. ഇനി ഞാൻ തിരിച്ചിട്ടും പറയാം, when I reached the theater the movie had started. ഓക്കെ, അതുപോലെ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. When I reached there the meeting had started. ഓക്കെ, തിരിച്ചിട്ട് പറയുന്നതാണെങ്കിൽ the meeting had started when I reached there. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ ഇവിടെ കോമെന്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം. 2 മാസം, ഒരു ദിവസം 1 മണിക്കൂർ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും, മുകളിൽ പോകാം, ബയോയിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. താങ്ക്